നിങ്ങളുടെ ബിസിനസ്സിനെ ലോകം മുഴുവൻ എത്തിക്കണമെന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ കേട്ടോളൂ, അതൊരു വെറും സ്വപ്നമല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗെയിം പ്ലാനാണ്. നല്ല കൃത്യമായി പ്ലാൻ ചെയ്താൽ മാത്രം വിജയിക്കുന്ന ഒന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകാനുള്ള ആ വഴികാട്ടിയുടെ ഓരോ സ്റ്റെപ്പുകളാണ്. നമുക്കൊരുമിച്ചതൊന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ചോദിക്കട്ടെ, ശരിക്കും നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ബിസിനസ്സിനെ രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ മാനസികമായിട്ടങ്ങ് ഉറപ്പിച്ചിട്ടുണ്ടോ? കാരണം ആ ഒരു വലിയ യാത്രയുണ്ടല്ലോ, അത് തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഒരു കാര്യം ഓർക്കണം, ഇതൊരിക്കലും കണ്ണടച്ച് ഒരു മാപ്പിൽ വിരൽകുത്തി രാജ്യം തെരഞ്ഞെടുക്കുന്നത് പോലെയല്ല. അല്ല. ആഗോള വിപണിയിലേക്ക് ഇറങ്ങുന്നതിന് ഒരു കൃത്യമായ ബ്ലൂ പ്രിന്റ് വേണം. അപ്പോൾ പിന്നെ വൈകിക്കണ്ട, ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാനുള്ള നമ്മുടെ യാത്ര ഇപ്പത്തന്നെ തുടങ്ങാം. നമ്മുടെ ഈ യാത്രയ്ക്ക് 5 പ്രധാന സ്റ്റോപ്പുകളാണുള്ളത്. ആദ്യം നമ്മൾ നോക്കും എന്തിനാണ് നമ്മൾ ലോകത്തേക്ക് പോകുന്നത് എന്ന്. പിന്നെ ശരിയായ വഴി കണ്ടുപിടിക്കാൻ ഒരു കോമ്പസ് നമ്മൾ തന്നെ ഉണ്ടാക്കും. അടുത്തത് പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്കെത്താൻ ഒരു റോഡ് മാപ്പ് വരയ്ക്കും. ഏറ്റവും അവസാനം നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്നും ഉറപ്പിക്കും. സിമ്പിൾ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: എന്തിന്? ശരിക്കും എന്തിനാ നമ്മൾ നമ്മുടെ ബിസിനസ്സുമായി ലോകം മുഴുവൻ പോകുന്നത്? ഈ എന്തിനെ എന്ന ചോദ്യത്തിന് നല്ല വ്യക്തമായൊരു ഉത്തരം കയ്യിലില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര മുഴുവൻ വെള്ളത്തിലാവും. ഉറപ്പാണ്. സാധാരണയായിട്ട് ഇതിന് 3 കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്തേത്, നിങ്ങളുടെ ബിസിനസ് ഒരൊറ്റ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതിലെ ഒരു റിസ്ക് ഒഴിവാക്കാനായിരിക്കാം. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സായി മാറാനുള്ളൊരു ആഗ്രഹമായിരിക്കാം. ഇതിലേതാണ് നിങ്ങളുടേത്? ആ ഒരു കാര്യത്തിൽ നല്ല ക്ലാരിറ്റി വേണം. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി. ഇനി വേണ്ടതെന്താ? ഒരു കോമ്പസ്. ഈ വലിയ ലോകത്ത് എങ്ങോട്ട് പോകണം, എവിടെയാണ് നമ്മുടെ ബിസിനസ് തുടങ്ങേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു കോമ്പസ്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും മുന്നോട്ട് നയിക്കാൻ പോകുന്ന ഒരു ഫ്രെയിംവർക്ക്. നമ്മുടെ ഈ കോമ്പസിനൊരു പേരുണ്ട്: വെയ്റ്റഡ് സ്കോർ കാർഡ്. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. അതായത് പല രാജ്യങ്ങളെയും നമ്മൾ വെറുതെ ഇഷ്ടത്തിന്റെ പേരിൽ തിരഞ്ഞെടുക്കില്ല. പകരം കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ച് ഓരോ രാജ്യത്തിനും മാർക്കിടും, എന്നിട്ട് താരതമ്യം ചെയ്യും. അത്രയുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ മാർക്കിടുന്നത്? ഒന്നാമത്തത്, നമ്മൾ പോകുന്ന രാജ്യത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ടോ? അവിടുത്തെ ആളുകൾക്ക് ഇത് വാങ്ങാൻ പൈസയുണ്ടോ? രണ്ടാമത്, അവിടെ നമ്മളോട് മത്സരിക്കാൻ വേറെ ആരൊക്കെയുണ്ട്? ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടോ? പിന്നെ ബിസിനസ് തുടങ്ങാനും നടത്താനുമൊക്കെ അവിടുത്തെ നിയമങ്ങൾ എത്രത്തോളം എളുപ്പമുള്ളതാണ്? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുമുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് അവിടുത്തെ ആളുകളുടെ കൾച്ചറിന് ചേർന്നതാണോ? നമ്മുടെ സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ അവിടെ എത്തിക്കാനും വിൽക്കാനും പറ്റുമോ? പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളെ അവിടുന്ന് കിട്ടുമോ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ആ സ്കോർ കാർഡ്. ഇവിടെ ഓരോ കാര്യത്തിനും നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തീരുമാനിക്കാം. നോക്കൂ, മാർക്കറ്റിന്റെ വലുപ്പത്തിന് നമ്മൾ 30% പ്രാധാന്യം കൊടുക്കുന്നു. അതേസമയം കഴിവുള്ള ആളുകളെ കിട്ടുമോ എന്നതിന് 10% മാത്രം. ഇങ്ങനെ ഓരോ രാജ്യത്തിനും ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്കിട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? പിന്നെ ഊഹങ്ങളില്ല, സംശയങ്ങളുമില്ല. ഏറ്റവും കൂടുതൽ സ്കോർ ഏത് രാജ്യത്തിനാണോ കിട്ടുന്നത്, അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. ഇതാണ് നിങ്ങളുടെ പെർഫെക്റ്റ് വഴികാട്ടി. ഓക്കെ, അപ്പം നമ്മുടെ കോമ്പസ് റെഡിയായി. ഇനി ഇത് വെച്ച് ഓരോ സ്ഥലവും നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. ഒരു കാര്യം ഓർക്കണം, ലോകത്തിലെ ഏറ്റവും നല്ല കോമ്പസ് കയ്യിലുണ്ടായിട്ടും ഒരു കാര്യവുമില്ല, നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ വഴിതെറ്റുമെന്ന് 100% ഉറപ്പാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കിയാലോ? നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് കൂടുതലും ഓൺലൈനായിട്ടാണോ അതോ കടയിൽ പോയിട്ടാണോ? ഇതൊരു സിമ്പിൾ ചോദ്യമല്ലേ? പക്ഷേ ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ചിലപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്ലാൻ മുഴുവനായിട്ട് മാറ്റി എഴുതേണ്ടി വരും. അത്രയ്ക്ക് പ്രധാനമാണ് ഈ വിവരങ്ങൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. ഒരു രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അത് സ്റ്റേബിൾ ആണോന്നറിയണമല്ലോ. ഇവിടെ നോക്കൂ, രാജ്യം എയിൽ റിസ്ക് വളരെ കുറവാണ്, പക്ഷേ രാജ്യം സിയിലോ വളരെ കൂടുതൽ. അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങളുടെ കഷ്ടപ്പാടും പണവും ഇത്രയും റിസ്ക്കുള്ള ഒരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി സാമ്പത്തിക സ്ഥിരതയുടെ കാര്യം. ഈ കാണുന്ന താരതമ്യം നോക്കിയേ എത്ര ക്ലിയറാണെന്ന്. ഒരു രാജ്യത്തെ കറൻസിയുടെ മൂല്യം സ്റ്റേബിളാണെങ്കിൽ നിങ്ങളുടെ ലാഭവും പ്രവചിക്കാൻ പറ്റും, പ്ലാൻ ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ മറുവശത്ത് കറൻസിയുടെ മൂല്യം രാവിലെയും വൈകുന്നേരവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വരുമാനം ഒരു ദിവസം കൊണ്ട് പകുതിയായി പോകാം. അത് വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ വിവരങ്ങളെല്ലാം ശേഖരിച്ചു,
പഠിക്കേണ്ടതൊക്കെ പഠിച്ചു. ഇനിയിങ്ങനെ പേപ്പറിൽ മാത്രം നോക്കിയിരുന്നാ പോരല്ലോ. കളത്തിലിറങ്ങാനുള്ള സമയമായി. ഒരു പുതിയ രാജ്യത്തേക്ക് കടന്നു ചെല്ലാനുള്ള നമ്മുടെ ആക്ഷൻ പ്ലാൻ, അതായത് നമ്മുടെ റോഡ് മാപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുപോലൊരു റോഡ് മാപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ നന്നായി റിസർച്ച് ചെയ്ത് അവിടുത്തെ പാർട്ട്ണർമാരെ കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ മുഴുവൻ പണവും ഇറക്കാതെ ചെറിയ രീതിയിലൊന്ന് ലോഞ്ച് ചെയ്തു നോക്കുന്നു, ഒരു പൈലറ്റ് ലോഞ്ച്. അത് വിജയിക്കുകയാണെങ്കിൽ മാത്രം മൂന്നാം ഘട്ടത്തിൽ ഫുൾ പവറിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. ഇതൊരു വലിയ മല കയറുന്നതുപോലെയാണ്. ഓരോ ചുവടും ഉറപ്പിച്ച് ശ്രദ്ധയോടെ മുന്നോട്ട്. പക്ഷേ ഈ വഴി അത്ര സുഗമമൊന്നുമല്ല. വഴിയിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയൊരു നാട്ടിലെ നിയമങ്ങളെക്കുറിച്ചും അവിടുത്തെ കൾച്ചറിനെക്കുറിച്ചും നമുക്ക് വലിയ ധാരണയില്ലാത്തത്. ഇതിൽപ്പെട്ട് വഴിതെറ്റിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോ പിന്നിതിന് എന്തൊരു പരിഹാരം? സിമ്പിളാണ്. ഒറ്റയ്ക്ക് ഈ പുഴ കടക്കാൻ നോക്കരുത്. പകരം ആ നാട്ടിലെ വഴികളൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളെ കൂടെ കൂട്ടുക, ഒരു ലോക്കൽ പാർട്ട്ണർ. അവർ നമുക്ക് ശരിയായ വഴി കാണിച്ചു തരും. ഇനി അടുത്തൊരു അപകടം, അത് മാർക്കറ്റിംഗിലാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ സൂപ്പർ ഹിറ്റായ ഒരു പരസ്യം ഉണ്ടാവില്ലേ, അത് ചിലപ്പോൾ വേറൊരു രാജ്യത്ത് വലിയൊരു മണ്ടത്തരമോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നൊന്നോ ആയി മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ബ്രാൻഡിന് കിട്ടുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. ഇതിന്റെ പരിഹാരവും വളരെ ലളിതമാണ്. ആ നാട്ടിലുള്ള കഴിവുള്ള ആളുകളെ തന്നെ നമ്മുടെ ടീമിലെടുക്കുക. അവരുടെ അറിവും കഴിവും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് സന്ദേശം ആ നാട്ടുകാരുടെ ഹൃദയത്തിൽ തന്നെ കൊള്ളും. അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങി, വഴി കണ്ടുപിടിച്ചു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ലക്ഷ്യത്തിലെത്തിയോ ഇല്ലയോ എന്നെങ്ങനെ അറിയാ? അതിന് എന്താണ് വിജയം എന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ തീരുമാനിക്കണം. ഉദാഹരണത്തിന് നമുക്കിങ്ങനെയൊരു ലക്ഷ്യം വയ്ക്കാം. പുതിയ മാർക്കറ്റിന്റെ 5% നമ്മൾ പിടിച്ചെടുക്കും. ഇതൊരു വെറും സ്വപ്നമല്ല, കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റാണ്. മാർക്കറ്റ് ഷെയർ പോലെ തന്നെ പ്രധാനമാണ് വരുമാനം. നമുക്ക് വ്യക്തമായ ഒരു സാമ്പത്തിക ലക്ഷ്യം കൂടി വേണം. ഉദാഹരണത്തിന്, പുതിയ മാർക്കറ്റിൽ നിന്ന് നമ്മൾ $10 മില്യൺ വരുമാനമുണ്ടാക്കും. അതെ, ഇതാണ് നമ്മുടെ കഠിനാധ്വാനത്തിന് കിട്ടേണ്ട യഥാർത്ഥ ഫലം. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ ലോകവിപണിയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികാട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോഴിനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ കോമ്പസ് അടുത്തതായി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ്? നിങ്ങളുടെ ലോകയാത്ര തുടങ്ങിക്കഴിഞ്ഞു.